ഓം ഗുരുഭ്യോ നമഃ. ഏകദന്തം മഹാകായം സപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. എല്ലാവർക്കും അംബികാ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ ലാലിമായ. 2019 മേട രവി വിഷു സംക്രമം സർവചരാചരങ്ങളിലും സർവ്വജീവജാലങ്ങളിലും പ്രകടമായ മാറ്റം വരുത്തുന്നതാണ്. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് 2019 മേട രവി വിഷു സംക്രമം അവരുടെ ഉദ്യോഗപരമായിട്ടും ധനപരമായിട്ടും സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും കുടുംബപരമായിട്ടും ആരോഗ്യപരമായിട്ടുമുള്ള വിഷയങ്ങളിൽ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന നക്ഷത്രം പൂരുരുട്ടാതി. കുംഭരാശിയിലും മീനരാശിയിലും ഉൾപ്പെട്ടിട്ടുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മേട രവി വിഷു സംക്രമം ഏറ്റവും അനുയോജ്യമാണ്. വിശേഷ വസ്ത്ര ആഭരണാദി ലാഭവും കുടുംബസുഖം, മനസുഖം, സാമ്പത്തികമായ മേഖലകളിൽ പുരോഗതി എന്നിവ ഉണ്ടാക്കുന്നതാണ്. അതുകൂടാതെ ഉദ്യോഗ സംബന്ധമായ വിഷയങ്ങളിൽ നിൽക്കുന്നവർക്ക്, അതായത് കുംഭക്കൂറുകാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായൊരു കാലഘട്ടമാണ്. ലാഭസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം, വ്യാഴം സഞ്ചരിക്കുന്നു. എല്ലാ സ്ഥാനമാനങ്ങളും ലാഭാദി കാര്യങ്ങൾക്കും അവർക്ക് നേടിക്കൊടുക്കാൻ പറ്റുന്നൊരു കാലഘട്ടം കൂടിയാണ്. ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാരെ സംബന്ധിച്ച് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഈ വർഷത്തിൽ അവർക്കുണ്ടാകുന്നൊരു കാലമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനത്തിന് ശ്രമിക്കുകയും വിദ്യ അഭ്യസിച്ചതിനു ശേഷം പുതിയ തൊഴിലവസരങ്ങൾ തേടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പുതിയ തൊഴിലവസരങ്ങൾ തേടിയെത്തുന്നതുമായിരിക്കും. അതുകൂടാതെ വിവാഹാദി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന യുവതി യുവാക്കളെ സംബന്ധിച്ച് കുംഭക്കൂറുകാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായ ഒരു കാലഘട്ടം കൂടിയാണ്. മീനരാശിയിൽ ഉൾപ്പെട്ടിട്ടുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കണ്ടകശനി കാലഘട്ടമാണ്. കർമ്മഭാവത്ത് വ്യാഴം സഞ്ചരിക്കുന്നു, 4-ാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്നു. കുടുംബപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും മാനസിക വിഷമതകളും ഉണ്ടാകുമെങ്കിലും തൊഴിൽപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും അത് സംബന്ധിച്ച് ധനപരമായിട്ട് നേട്ടങ്ങൾ കുറവുണ്ടാകുമെങ്കിലും ദൈവാധീനത്താൽ അതിനെയെല്ലാം നേടിയെടുക്കാൻ കഴിയുന്നതായിരിക്കും. ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ മീനക്കൂറുകാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി 4-ാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുന്നതിനാൽ രോഗാവസ്ഥയിൽ നിൽക്കുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ മാറ്റങ്ങളുണ്ടായി. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മാറ്റങ്ങളുണ്ടായി അവർക്ക് അനുകൂലമായുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതായിരിക്കും. അതുപോലെ മീനക്കൂറിൽ ഉൾപ്പെട്ടിട്ടുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കണ്ടകശനി കാലഘട്ടവും 4-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്ന കാലഘട്ടവുമായതിനാൽ അയ്യപ്പ പ്രീതികരങ്ങളായ പൂജാതി കാര്യങ്ങൾ നടത്തി കുടുംബപര ദേവതാ പ്രീതി നടത്തുകയും സർപ്പപ്രീതി നടത്തുകയും ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തിയും പരിഹാരം തേടിയാൽ ഈ വർഷം ഏറ്റവും അനുയോജ്യകരമായിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കും.